ഹായ് ഓൾ. 2024 നീറ്റ് പരീക്ഷയിൽ 700 എന്ന ഡ്രീം സ്കോർ നേടിയ ആൽബിൻ ലൂക്കോസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ആൽബിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ആൽബിൻ, നമുക്ക് 700 എന്ന ഡ്രീം സ്കോർ ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നോ? എക്സ്പെക്ട് ചെയ്തിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞ് ഒന്ന് ബ്രില്യൻ്റ് ആൻസർ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഈ സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ ഫിസിക്സിൻ്റെ മറ്റേ ക്വസ്റ്റ്യൻ കറക്റ്റായി വന്നപ്പോഴത്തേക്ക് 700 എത്തി. അപ്പോൾ ആൽബിൻ, സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? ഞാൻ 10th പ്ലസ് ടുവും എല്ലാം ട്രിനിറ്റി ലൈസിയം കൊല്ലം ISC സ്കൂളിലായിരുന്നു പഠിച്ചത്. പിന്നെ റിപ്പീറ്റിന് ബ്രില്യനിൽ വന്നതാണ്, പാലയിലായിരുന്നു. ഇത്ര നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നോ? നിങ്ങൾ ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്തായിരുന്നോ? ഞാൻ ISC ആയിരുന്നുകൊണ്ട് എനിക്ക് NCERT ബേസ് അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മെയിൻലി NCERT വായിച്ച് അതിൻ്റെ ബേസ് ബിൽഡ് ചെയ്യാനായിരുന്നു മെയിൻലി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ബയോളജി ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുക. പിന്നെ കെമിസ്ട്രിയും കുറച്ചൊക്കെ വായിക്കും. ഞാൻ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PYQs ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആണോ നോക്കാറുണ്ട്. പിന്നെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഡെയിലി 6 hours സ്ലീപ്പ് മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്ന ചാപ്റ്റേഴ്സ് ഇന്ന് തീർക്കണം എന്നൊരു ഡെഡ് ലൈൻ വെച്ചേക്കും, നൈറ്റിനുള്ളിൽ തീർക്കണം. അത് തീർക്കാൻ ഉള്ള മാക്സിമം ശ്രമിക്കും. അതൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ 3 സബ്ജക്റ്റുകളുണ്ടല്ലോ, ഫിസിക്സ്, ബയോ, കെമിസ്ട്രി. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? എനിക്ക് അങ്ങനെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഒന്നുമില്ല, മൂന്നും ഈക്വലി ഇഷ്ടമായിരുന്നു. ഞാൻ പണ്ട് തൊട്ടേ സ്കൂളിങ് ലോവർ ക്ലാസ് തൊട്ടേ എനിക്ക് മൂന്നും ഏകദേശം ഒരേപോലെ തന്നെ ആയിരുന്നു ഇഷ്ടം. അപ്പോൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് MBBS എന്ന സ്വപ്നം എന്ന് തൊട്ടാണ് കാണാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ? ഇത് ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ പേരൻസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ MBBS എടുക്കണമെന്ന്. അപ്പോൾ എനിക്ക് +2 വരെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോയാലോ എന്ന് ഒരു ചിന്ത വന്നു. MBBS ജസ്റ്റ് പേരൻസിൻ്റെ ആഗ്രഹമാണ്, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് ലീൻ ചെയ്തു. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് കൂടുതൽ താല്പര്യം വന്നു. ബ്രില്യൻ്റിൽ ഒത്തിരി ടെസ്റ്റ് സീരീസ് ഒക്കെ നടത്താറില്ലേ? കുറേയധികം ക്വസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, എക്സാംസ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം നടത്തിയ മോഡൽ എക്സാമിൻ്റെ മാർക്കൊക്കെ ഈ ഒരു സ്കോറിനോട് അനുസരിച്ച് വന്നിരുന്നു? ആ ലെവലിലേക്ക് എത്തിയിരുന്നു? യൂണിറ്റ് വൈസ് എക്സാം നടത്തിയപ്പോൾ എനിക്ക് ഒരു സ്കോർ കുറഞ്ഞ രീതിയിൽ 650 റേഞ്ചിലൊക്കെ കാണുമായിരിക്കും. അതല്ലാതെ വലിയ 700 റീജിയനിലൂടെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഓൾ യൂണിറ്റ് അവസാന ഘട്ടമായപ്പോഴത്തേക്കും 700 ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, ഒരു എക്സാമിന് മാത്രം. അല്ലാതെ അത്രയും സ്കോർ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെ നീറ്റിന് വന്നപ്പോൾ 700 സ്കോർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ 1 year ആയിട്ട് മോൻ ബ്രില്യൻ്റ് ഫാമിലിയോടൊപ്പം ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ബ്രില്യൻ്റ് എന്തായിരുന്നു എന്ന് മോനോട് പറയാമോ? ബ്രില്യൻ്റിലെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. എനിക്ക് ഹോസ്റ്റൽ ആഞ്ചലോ, ഞാൻ D ബ്ലോക്കിലായിരുന്നു പഠിച്ചത്. അവിടുത്തെ സ്റ്റഡി എൻവയൺമെൻ്റ് ഒക്കെ വളരെ നല്ലതായിരുന്നു. ഞാൻ മെയിനായിട്ട് റെഫറൻസ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. അപ്പം അതിൻ്റെ ആംബിയൻസ് തന്നെ വേറെ ആയിരുന്നു. പിന്നെ ഹോസ്റ്റൽ ലൈഫ് ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ മാർക്ക് റേഞ്ച് ആയിരുന്നു. സോ ഇപ്പം ഡൗട്ട് ക്ലിയറൻസും എല്ലാം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ എൻ്റെ ഹോസ്റ്റൽ വാർഡൻ അജിത് രാമചന്ദ്രൻ സാറും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. സാറ് ഡെയിലി റൗണ്ട്സ് ഒക്കെ നടത്താറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സംസാരിക്കും എല്ലാം കണ്ട സാറ് പഠിക്കണമെന്ന് പറയും. പിന്നെ ക്ലാസ് ടീച്ചർ മിസ് R25 ആയിരുന്നു എൻ്റെ ബാച്ച്. അപ്പം മിസ്സും ഭയങ്കര മോട്ടിവേറ്റീവ് ആയിരുന്നു. പിന്നെ എൻ്റെ അടുത്തും പേഴ്സണലി കുറേ സംസാരിച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാം കൊണ്ട് എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ വീക്ക്ലി എക്സാമും മോഡൽ എക്സാമും ഒക്കെ കഴിഞ്ഞ് സ്റ്റീഫൻ സാറും എൻ്റെ കോർഡിനേറ്റർ ജോസഫ് സാറും ഒക്കെ വരുമ്പോഴുള്ള പോസിറ്റിവിറ്റി വേറെ ആയിരുന്നു. ഈ എക്സാം കഴിഞ്ഞ് എൻ്റെ പേരൊന്ന് ലിസ്റ്റിൽ വന്ന് കേൾക്കുമ്പോൾ അത് നല്ല സന്തോഷം തരുന്നതായിരുന്നു. പിന്നെ ലൈബ്രറി ഫെസിലിറ്റിയൊക്കെ പറഞ്ഞാൽ എല്ലാ തരം ബുക്സും അവൈലബിൾ ആണ്. ഞാൻ മെയിൻലി റെഫറൻസ് ആയതുകൊണ്ട് ലൈബ്രറി ബുക്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്യുക. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ടീച്ചേഴ്സ് മോസ്റ്റ്ലി അവൈലബിൾ ആണ് എൻ്റെ ഡൗട്ടൊക്കെ ചോദിക്കാം. പിന്നെ ലേണിംഗ് ആപ്പും വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ലേണിംഗ് ആപ്പ് വഴിയുള്ള ഡൗട്ട് ക്ലിയറൻസും വളരെ ഉപകാരപ്പെട്ടിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇയർ 2025 നീറ്റ് എഴുതാൻ പോകുന്ന നമ്മുടെ ബ്രില്യൻ്റിലെ കൂട്ടുകാരോട് എന്താണ് മോന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് മെയിൻ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. ചിലപ്പോഴൊക്കെ നമുക്ക് മടി തോന്നും. കുറേ എക്സാമിന് മാർക്ക് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ മടി തോന്നും, ഇന്ന് എനിക്ക് പഠിക്കാൻ തോന്നില്ല, അല്ല ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം വിട്ടിട്ട് ഒരു എക്സാം കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞെങ്കിൽ അടുത്ത എക്സാമിന് പിടിക്കാം എന്നും പറഞ്ഞ് മുന്നോട്ട് പോവുക. ഡെയിലി NCERT വായിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ബയോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT ബേസ്ഡ് ആയിരിക്കും മോസ്റ്റ്ലി എന്നല്ല, എല്ലാം തന്നെ NCERT ബേസ്ഡ് ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കുക. കെമിസ്ട്രിയും അതേപോലെ തന്നെ NCERT നല്ലോണം നോക്കുക. അത് ഫിസിക്സ് പ്രോബ്ലംസ് നല്ലോണം ചെയ്ത് പഠിക്കുക. പിന്നെ നീറ്റ് ബ്രില്യൻ്റിൽ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. അതിനുള്ള ഗൈഡൻസ് മൊത്തം നിങ്ങൾക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്കോറൊക്കെ കിട്ടിയല്ലോ,
അപ്പോൾ ഇനി ഏത് ക്യാമ്പസിൽ പഠിക്കണം എന്നാണ് ആഗ്രഹം? എനിക്ക് ഡ്രീം ക്യാമ്പസ് ആയിട്ട് എയിംസ് മംഗലഗിരിയാണ്. എയിംസ് സൗത്തിൽ നമ്മളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് എയിംസ് മംഗലഗിരിയാണ്. പിന്നെ അഡാപ്റ്റ് ചെയ്യാനും അത്യാവശ്യം എളുപ്പമായിരിക്കും. പിന്നെ കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം പിന്നെ എയിംസ് മംഗലഗിരി ആന്ധ്രാപ്രദേശിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ പുതിയൊരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞു, 700 എന്ന ഒരു ഡ്രീം സ്കോർ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇനി മോൻ്റെ ഭാവിയിൽ MBBS എടുത്ത് നല്ല സക്സസ്ഫുൾ ഡോക്ടർ ആകാൻ വേണ്ടി ബ്രില്യൻ ഫാമിലിയുടെ പേരിലുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ആൽബിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആൽബിന്റെ കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് ആൽബിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. സർ, ആദ്യമായിട്ട് ആൽബിന്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? ആൽബിൻ കഴിഞ്ഞ 2 വർഷക്കാലമായി പാലാ ബ്രില്യൻസിൽ പഠിച്ച് കഠിനാധ്വാനത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു നല്ല സ്കോർ ലഭിച്ചതിൽ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടായി. ഇങ്ങനൊരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നോ ആൽബിന്? ഇത്തരം സ്കോർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. കാര്യം അവൻ്റെ നല്ലൊരു അധ്വാനം ഉണ്ടായിരുന്നു. നമുക്കൊരു നല്ല റിസൾട്ട് ഉണ്ടായി, നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ മുന്നിലുണ്ടായി. അപ്പോൾ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് എന്നൊരു ഓപ്ഷൻ വന്നപ്പോഴേക്കും ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? മോനൊരു എൻട്രൻസ് കോച്ചിങ്ങിനെ പറ്റി ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ, മോനൊരു എൻട്രൻസ് പഠനം ആഗ്രഹിച്ചപ്പോൾ തന്നെ നമുക്ക് ഇന്ന് ഏറ്റവും നിലവാരം പുലർത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് പാലാ ബ്രില്യൻ്റ് എന്നുള്ള ഒരു ബോധം ഞങ്ങൾക്കുണ്ടാവുകയും ധാരാളം മുൻകാലങ്ങളിലുള്ള നല്ല റിസൾട്ടുകൾ ഞങ്ങൾ വിലയിരുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന കെയർ, അത് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും അവിടെ കിട്ടുന്ന ഒരു കെയർ, അത് ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നല്ല സ്ഥാപനമായതുകൊണ്ടാണ് മോനെ ആ പാലാ ബ്രില്യൻ്റിൽ തന്നെ വിട്ട് പഠിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടായത്. മാഡം, ആൽബിന്റെ പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്യുന്ന കുട്ടിയായിരുന്നോ? ചെറുപ്പകാലം മുതലേ പഠനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടതായിട്ട് വന്നിട്ടില്ല. കാരണം പഠിക്കേണ്ട കാര്യത്തിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുമായിരുന്നു. പിന്നെ 10th ICSE സിലബസിലാണ് പഠിച്ചത്. അതിൽ 91% മാർക്കുണ്ടായിരുന്നു. +2 അത് 93% ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു MBBS മോനെ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പാലാ ബ്രില്യൻറ്റിലെ വീക്കിലി ടെസ്റ്റിന്റെ ഒക്കെ മാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലാത്ത മാർക്കായിരുന്നു. ഇപ്പോൾ ഏകദേശം 600 above 650 above ഒക്കെ സ്കോർ. പിന്നെ അവസാനം എക്സാം ആയപ്പോഴത്തേക്ക് ഒരു അല്പം റാങ്കിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം എപ്പോഴും കുറേ തെറ്റുകളൊക്കെ വരുത്തുമായിരുന്നു എക്സാമിൽ. അപ്പം തെറ്റിൽ നിന്ന് ഞാൻ പഠിക്കുക മമ്മീന്ന് എന്നോട് പറയുന്നു സാധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ പറയും നീറ്റ് എക്സാമിന് ആ തെറ്റിൽ നിന്ന് പഠിക്കാമെന്നുള്ള ഒരു ഇത് ഉണ്ടാകരുത് എന്ന് പറയുമായിരുന്നു. പിന്നെ മിനി മിസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിനി മിസ്സിനെ വിളിക്കുമായിരുന്നു, ക്ലാസ് ടീച്ചറിനെ. മിസ് ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും, ഒരു പ്രത്യേക സ്നേഹമാണ്. എന്തായാലും ദൈവകൃപയാൽ ഒരു നല്ല സ്കോർ ലഭിച്ചു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.